കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വിഷു ആഘോഷവും വിഷുവിൻ്റെ തിരക്കും വിഷുവിൻ്റെ ക്ഷീണവും എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന ദിവസങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ നമ്മളെ വിഷു വിശേഷം പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് തിരക്കെല്ലാം ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ രാത്രി തന്നെ കണിയെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ ആദ്യം ഞാൻ എണീറ്റ് വിളക്കെല്ലാം കത്തിച്ച് കണി കണ്ട്, പിന്നെ പൃഥ്വിയേട്ടനെ കണി കാണിച്ചു. അതിന് ശേഷം ഇതാ നന്ദൂനെ കണി കാണിച്ചു. ഓരോരാളെയായിട്ട് വിളിച്ചു കൊണ്ടുവന്ന് കണി കാണിക്കുക വന്നിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മൾ അപ്പൂട്ടൻ ഇപ്രാവശ്യം വിഷുവിന് നമ്മളെ കൂടിയാണ് ഉണ്ടായത്. അങ്ങനെ അപ്പൂട്ടനും കണി കാണിച്ചു കൊടുത്തു. പിന്നെ ദേവൂട്ടിക്ക് മാത്രമേ ചെറിയൊരു പ്രശ്നം ഉണ്ടായത്. ഉറക്കത്ത് ആ ഒരു 4:30 4:35 ആ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവൂട്ടിക്ക് ആ ഉറക്കം അങ്ങ് വിട്ട് മാറാത്തത് കൊണ്ട് തന്നെ ദേവൂട്ടി ജസ്റ്റ് ഒന്നാടെ നിന്നിട്ട് പിന്നെ ഇതാ തിരിഞ്ഞ് വീണ്ടും റൂമിലേക്ക് തന്നെ പോയിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഇവരാരും പിന്നെ കിടന്നിട്ടില്ല കേട്ടോ. പിന്നെ പൃഥ്വിയേട്ടൻ എല്ലാവർക്കും ഇതാ കൈനീട്ടെല്ലാം കൊടുത്തു രാവിലെ തന്നെ. അങ്ങനെ കൈനീട്ടെല്ലാം കൊടുത്തിട്ട് ഇവർ നേരെ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അപ്പുറത്ത്. അപ്പോൾ മടപ്പുരക്കലും ഇതാ രാവിലെ കണിയെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിനി. അങ്ങനെ ആടിയും വെടിയെല്ലാം പൊട്ടിക്കുന്ന തിരക്കാണ്. പിന്നെ നേരെ നമ്മൾ തറവാട്ട് വീട്ടിൽ പോയി ഇത് അമ്മേൻ്റെ കണി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേവൂട്ടിക്ക് ആ ഒരു ഉറക്കിൻ്റെ ഇത് ശരിക്കും ഇതാവാത്തതുകൊണ്ട് തന്നെ അവളെ നമ്മൾ വിളിച്ചെണീപ്പിച്ചിട്ട് വീണ്ടും ഇപ്പുറത്തെ അമ്മേൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ പോയിരുന്ന് കണിയൊന്നും കണ്ടിട്ടില്ല. തറവാട്ടിൽ എന്ന് വെച്ചാൽ ആ പലകേമ്മ പോയിരുന്ന് അമ്മ തലയിൽ അരിയെല്ലാം ഇട്ട് തന്നിട്ട് അങ്ങനെയാണ് കേട്ടോ കണി കാണുക. അപ്പോൾ ദേവൂട്ടി കൈനീട്ടെല്ലാം വാങ്ങി. ഞാനും പിന്നെ ഇരുന്നിട്ടില്ല, പോയി നിന്ന് കണിയെല്ലാം കണ്ട് അമ്മയോട് കൈനീട്ടം എല്ലാം വാങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതാ കുട്ടാപ്പിയും ആളും എല്ലാവരും ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് തറവാട്ട് വീട്ടിലേക്ക്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് ബാക്കിയില്ലേ കമ്പിത്തിരിയും പൂക്കുറ്റിയും പടക്കവും എല്ലാം ഇങ്ങനെ പൊട്ടിച്ച് തീർക്കുവാന്ന് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്കുള്ളിലാണ് കേട്ടോ ടൈം. നമ്മൾ കണി കണ്ടപാടാണ്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും കുളിക്കണം, റെഡിയാവണം, എന്നിട്ട് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പരിപാടികളെല്ലാം തുടങ്ങുക. അപ്പോൾ അമ്മ ഇതാ വീട്ടിലേക്ക് കണി കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കണിയെല്ലാം കണ്ട് പൃഥ്വിയേട്ടൻ കൈനീട്ടം കൊടുത്തു. എല്ലാവരും കണി കാണാൻ വരുന്നൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതാ നമ്മളെ സാർത്തൂട്ടൻ കണി കാണാൻ വന്നിട്ടുണ്ട്. ഇതൂട്ടൻ പിന്നെ എങ്ങാനാണ് വന്നിട്ടുണ്ടായിനി. പിന്നെ ഇതപ്പം വലിയച്ഛന് ഇതാ സാർത്തോട്ടിന് കൈനീട്ടെല്ലാം കൊടുത്തു. പിന്നെ നമ്മളെ കുട്ടാപ്പി വന്നു. ഏട്ടത്തമ്മയും ആളും പിന്നെ പ്രതീക്ഷേട്ടനും മനുഷ്യരെല്ലാം അതിലിടക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൂട്ടനെല്ലാം അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ചില സമയത്ത് മറന്നു പോകുന്നതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ. അങ്ങനെ പിന്നെ നമ്മളിതാ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വിഷുക്കോടി ഇട്ടിട്ടുണ്ട്. എല്ലാവരും പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാവരും വിഷുക്കോടിയും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പൃഥ്വിയേട്ടൻ്റെത്, ഇതാണ് ദേവൂട്ടീൻ്റെത്. ദേവൂട്ടിയോട് ഞാൻ എണീറ്റ് നിൽക്കാൻ പറയുകയാണ് കേട്ടോ വിഷുക്കോടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ദേവൂട്ടിയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. ദേവൂട്ടിക്ക് ഈ ടൈപ്പ് ഡ്രസ്സാണല്ലോ വേണ്ടത്. നന്ദുവിനും ഒരു ഫുൾ കൈ ഡ്രസ്സാണ് വേണ്ടത് അന്നേ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അമ്മമ്മ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ അവരിട്ടത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഇതാ അപ്പുറത്ത് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാനേ കണി കാണാൻ വേണ്ടിയിട്ട്. കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ആടിയും പോയിട്ട് അവിടുത്തെ കണിയെല്ലാം കണ്ട് അവിടെ നിന്ന് കൈനീട്ടവും വാങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ കണി കാണാൻ പോകുന്നത് പിന്നെ നമ്മളെ മടപ്പുരക്കിലാണ് കേട്ടോ. തൊട്ടിപ്പുറത്തെ മടപ്പുരക്കിലേക്കാണ് നമ്മൾ കണി കാണാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു സമയം ഒരു 6 മണി അങ്ങനെയെല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ. എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആകുമ്പോഴത്തേക്ക് 6 മണിയെല്ലാം ആയിന്. അങ്ങനെ ഇതാ മടപ്പുരക്കിൽ പോയി അവിടുന്ന് നമുക്ക് പോകുന്നവർക്കെല്ലാം കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിനി. അങ്ങനെ എനക്കും കിട്ടി അവിടുന്ന് കൈനീട്ടം. 5 രൂപേൻ്റെ കോയിൻ അവിടെ വന്ന എല്ലാവർക്കും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കൈനീട്ടവും വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ കണി കാണാൻ പോകുന്നത് നമ്മളെ ചുഴലി അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വിഷു ആയതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്ക് തന്നെയായിരിക്കും. നമ്മളെല്ലാവരും റെഡിയായിട്ട് ഇതാ നടന്ന് പോവുമെന്ന്. വന്നിട്ട് വേണം ഇനി ചായേൻ്റെ കടിയെല്ലാം ആക്കിയിട്ട് നമുക്കെല്ലാവർക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾ മൊത്തത്തിൽ ഇതൊരു വൈറ്റ് കളറും പിങ്ക് കളറും അങ്ങനെയെല്ലാം ആയിരുന്നു കേട്ടോ. ഞാനും ദേവൂട്ടിയും മാച്ചായിരുന്നു, പിങ്കും വൈറ്റും. അങ്ങനെ അരലും ആയിട്ട് ഡ്രസ്സിലൊരു മാച്ചിങ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൂട്ടൻ ആദ്യം നടക്കുന്ന കണ്ടില്ലെങ്കിലും പിന്നെ ഇതാ ഇതൂട്ടൻ നമ്മളെ കൈമ കയറിയിട്ടുണ്ട്. ഓരോരാളെ കയ്യിൽ മാറി മാറി ഇങ്ങനെ എടുത്ത് നടക്കുമെന്ന്. അങ്ങനെ പിന്നെ അമ്പലത്തിൽ കയറി തോതു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രസാദം വാങ്ങാനെല്ലാം നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെന്തായാലും തോതിട്ട് ഇത് അമ്പലത്തിൽ ചുറ്റം വരുവാണ്. അങ്ങനെ അമ്പലത്തിൽ തോതിട്ട് പിന്നെ നേരെ നമ്മൾ അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വിഷുവിന് നമ്മൾ അമ്പലത്തിൽ തോതി കഴിഞ്ഞാൽ പിന്നെ പോയി അമ്മമ്മേനെയും കണ്ടിട്ടാണ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇതിപ്പം സാർത്തൂട്ടിന് ഇതൂട്ടിന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്മായിയുടെ വീട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് വെള്ളവും എല്ലാം കുടിച്ചിട്ടാണ് നേരെ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ അമ്മമ്മക്കിപ്പം കയ്യിലാട്ടോ. അമ്മമ്മക്കിപ്പം കഴിയാത്തതുകൊണ്ട് തന്നെ അമ്മമ്മ ഇതാ റൂമിൽ തന്നെ കിടക്കലായിരുന്നു. നമ്മൾ പോയ എണീറ്റിരുന്നിട്ട് ആ പിള്ളേരോടെല്ലാം വർത്താനം പറയുകയാണ്. അങ്ങനെ ആ അമ്മമ്മയോട് വർത്താനെല്ലാം പറയുമ്പോഴത്തേക്ക് നമ്മളെ അച്ഛൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ പിന്നെ എല്ലാവർക്കും ഇതാ പിന്നെ കൈനീട്ടം കൊടുക്കുന്നുണ്ട്. നമുക്കും എല്ലാം കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ കൈനീട്ടം മേടിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഞാൻ വേഗം ഡ്രസ്സെല്ലാം മാറി
ഇഡ്ഡലിയും ചമ്മന്തിയാക്കി എല്ലാവർക്കും കൊടുത്തു. ദേവൂട്ടിയായിരുന്നു ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം കഴിച്ചിട്ട് ഞാനെന്തോ പറയുകയാണ് കേട്ടോ, കാര്യമായിട്ട് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. നേരെ അപ്പത്തേക്ക് പോവുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷുവിൻ്റെ തലേന്നും വിഷുവിനും തറവാട്ട് വീട്ടിൽ നിന്നാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ പോയിട്ട് ഇനിതാ നമ്മളെല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടമ്മ അതിൻ്റെ അപ്പുറത്ത് എന്തോ പണി ചെയ്യുന്നുണ്ട് കേട്ടോ, തേങ്ങ വറുക്കലോ എന്തോ കാര്യമായിട്ട് അടുത്തുമ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ഇതാ നമ്മൾ പണിയെടുത്ത് ക്ഷീണിച്ചേരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭാരമായ പണിയല്ല, ചൂടല്ലേ ഭയങ്കരം. അടുക്കളയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടായിട്ട് നമ്മളെ പിള്ളേർ സെറ്റ് പോയിട്ട് ഒരുപാട് മാങ്ങ പറിച്ചിട്ട് വന്നിട്ട് ഇതാ നല്ല അടിപൊളി ജ്യൂസാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടാപ്പി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ മാങ്ങ ജ്യൂസ്. നല്ല സൂപ്പറായിരുന്നു, ചൂടിന് നല്ലൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ച് നമ്മൾ വീണ്ടും നമ്മളെ പണികളിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെ സദ്യയെല്ലാം റെഡിയായി. എല്ലാവരും സദ്യയെല്ലാം കഴിച്ചു. അടിപൊളി സദ്യയായിരുന്നു. ഏകദേശം എല്ലാ കറികളും ഉണ്ടായിരുന്നു. തലേ ദിവസം നോൺ വെജ് ആക്കിയതുകൊണ്ട് തന്നെ നമ്മൾ വിഷുവിൻ്റെ അന്ന് നോൺ വെജ് ആക്കിയിട്ടില്ല. പിന്നെ സേമിയ പായസവും ആക്കിയിട്ടുണ്ടായിനി. അങ്ങനെ അതെല്ലാം കുടിച്ച് നമ്മളെ വിഷു എല്ലാം അടിച്ച് പൊളിച്ചു. അപ്പോൾ ഇത്രയെല്ലാമാണ് നമ്മളെ വിഷു ആഘോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷു അടിച്ച് പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.